ദൃശ്യം 3 ഇന്നിതാ 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 180 കോടിയും കടന്നിരിക്കുകയാണ് ദൃശ്യം 3. ഇന്നിതാ 7 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ബോക്സ് ഓഫീസ് തോക്കിയടി തുടരുകയാണ്. 7-ാം ദിനം ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം. 4,90,00,000 രൂപയാണ് ട്രാക്ഡ് കളക്ഷനായിട്ട് ഇന്ന് ഇതുവരെ വന്നിരിക്കുന്നത്. ഇന്നലെ 5.25 കോടിയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിൻ്റെ കളക്ഷൻ. ഇന്ന് അതിൽ നിന്നും വലിയൊരു മികവുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ 2,90,000 ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയത്. ഇന്ന് വെനസ്ഡേ ആണ്, വർക്കിംഗ് ഡേ കൂടിയാണ്. എന്നിട്ടും 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജോർജ് കുട്ടിക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല. 7 ദിനങ്ങളായിട്ടും ഇമ്മാതിരി കളക്ഷനാണ് തൂക്കുന്നതെങ്കിൽ ഇനിയുള്ള കളക്ഷൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും ബോക്സ് ഓഫീസിൽ നിന്ന് കത്തും. ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ത്യ ഗ്രോസ് ആയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് 8 കോടിക്കടുത്താണ്. കർണാടകയിൽ നിന്നുള്ള 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അനുസരിച്ച് ദൃശ്യം 3 നേടിയിരിക്കുന്നത് 11 കോടിയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 60 കോടിക്കടുത്തേക്കാണ് ചിത്രം എത്തിയിരിക്കുന്നത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നാവട്ടെ 6.5 കോടിക്ക് മുകളിലാണ് എത്തിയിരിക്കുന്നത്. എമ്പുരാൻ്റെയും അതുപോലെ തന്നെയുള്ള ബാക്കി ചിത്രങ്ങളുടെയും റെക്കോർഡുകൾ തകർത്തുകൊണ്ടായിരിക്കും ദൃശ്യം 3 മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇൻഡസ്ട്രി ഹിറ്റും മറ്റ് റെക്കോർഡുകളും അതുപോലെ ആദ്യ 400 കോടി അല്ലെങ്കിൽ 500 കോടി ചിത്രമായി മാറും ദൃശ്യം 3. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചിത്രമാണ് ദൃശ്യം 3. നമ്മൾ ആദ്യം തന്നെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കഥാപാത്രം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള പെർഫോമൻസ് തന്നെയാണ് ഇപ്പോഴും സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ടിക്കറ്റ് സോൾഡ് ഔട്ട് ആവുന്നതിൽ കുറവൊന്നും കാണുന്നില്ല. നല്ല മികച്ച രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ലാലേട്ടന് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ആരൊക്കെയാണ് ദൃശ്യം 3 കണ്ടത്? ഇനി ആരൊക്കെയാണ് കാണാനിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കമൻസിലൂടെ പറയണേ. കൂടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.